ഇന്ന് തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ നഗരത്തിൽ മുഴുവൻ പൂരാവേശമാണ്. തൃശ്ശൂർ നഗരത്തിൽ മാത്രമല്ല, ഈ സംസ്ഥാനത്തെ പൂരപ്രേമികളെല്ലാം തൃശ്ശൂരിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. എവിടെയാണ് ഹാഷ്മി ഇപ്പോൾ നിൽക്കുന്നത്? പൂരാവേശം എങ്ങനെ? പ്രവിധ പൂരവേശം അതിന്റെ പരമാവധിയിലേക്ക് പരകോടിയിലേക്ക് ഇങ്ങനെ കുട്ടിക്കയറിയാണ്. ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ് ഓൾ ദ റോഡ് സ്ട്രീറ്റ്സ് റോം എന്നൊക്കെ പറഞ്ഞത്. എല്ലാ വഴികളിലും വടക്കുന്നാഥനിലേക്കാണ്. ഇവിടെ ഓരോ മിനിറ്റ് വെച്ച് കൂടുതൽ ആൾ എത്തുന്നു. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ല എന്നാണ് പഴഞ്ചൊല്ലെങ്കിലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ പ്രവിധ. ഇവിടെ ഇവിടെ താളമേളങ്ങളുടെ വർണ്ണപ്രപഞ്ചം തീർക്കുന്ന വലിയ 36 മണിക്കൂർ നീളുന്ന വലിയ ലോകത്തിലെ ഏറ്റവും വലിയ, ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷം എന്നൊക്കെ വിളിക്കാവുന്ന വലിയ പൂരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് പൂരവിളംബരം അറിയിച്ചപ്പോൾ മുതൽ ഓരോ മണിക്കൂറെന്നോണം ആ പൂരാവേശം ആകാശത്തോളം ഉയരുന്ന കാഴ്ച അത് ഇനിയും ഉയരാൻ പോകുന്നു. അത് ആവേശത്തിന് ഉച്ചയിലേക്ക് പോകാൻ പോകുന്നു. നാദഗോപുരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. ഇലഞ്ഞിത്തറമേള നടക്കാൻ പോകുന്നു. മടത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കാൻ പോകുന്നു. വെടിക്കെട്ട് നടക്കാൻ പോകുന്നു. നിറങ്ങളുടെ സങ്കലനം, കുടമാറ്റം നടക്കാൻ പോകുന്നു. അങ്ങനെ അടുത്ത 36 മണിക്കൂർ നീളുന്ന വലിയ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സിംഫണിക്ക് അരങ്ങേറാൻ പോകുന്നു. ലോകത്തിൻ്റെ മുന്നിൽ സാക്ഷിയാകാൻ പോകുന്നു തൃശ്ശൂർ. അല്പസമയത്തിനകം കണിമംഗലം ശാസ്താവ് അവിടുന്ന് പുറപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അവിടുന്ന് ഒരാനയുടെ അകമ്പടിയിൽ പിന്നീട് 3 ആനയായി 5 ആനയായി 9 ആനയായി ഒടുവിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതോടുകൂടി പൂരത്തിന് ഐശ്വര്യപൂർണ്ണമായ സമാരംഭം ഉണ്ടാകുന്നു. നല്ല ചൂട്, ഉറപ്പായും നല്ല ചൂട് പൊടിയൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും ആ ചൂടൊന്നും ഈ പൂരാവേശത്തെ ഒരു തരത്തിൽ ബാധിക്കാൻ പോകുന്നില്ല. പൂരം അതിൻ്റെ പരമാവധി അല്ലെങ്കിൽ പൂരം കുട്ടിക്കയറുകയാണ്. ഇവിടെ തൃശ്ശൂർ പൊളിക്കുകയാണ് പ്രവിധ. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്തായാലും പൂരാവേശം അതിൻ്റെ പരകോടിയിലെത്തുമ്പോൾ 24 പ്രേക്ഷകർക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ഉണ്ടാവും. 24 സംഘം അവിടെ വിപുലമായ ഒരുക്കമാണ് നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ വരും മണിക്കൂറുകളിൽ എത്തിക്കുകയും ചെയ്യും. വിജയകുമാർ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിജയൻ, ഗുഡ് മോർണിംഗ്. വിജയൻ, എങ്ങനെയുണ്ട് പൂരാവേശം? ഇപ്പോൾ ഹാഷ്മി പറയുകയായിരുന്നു, അങ്ങനെ ഓരോ മിനിറ്റ് പിന്നിടുമ്പോഴും അവിടെ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു, പൂരാവേശം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് വിജയൻ പറയാനുള്ളത്? പ്രവിധ, ഗുഡ് മോർണിംഗ്. പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂരാവേശം അതിങ്ങനെ ഓരോ മിനിറ്റ് കഴിയും തോറും അതിങ്ങനെ കൊട്ടിക്കയറുകയാണ്. നമ്മൾ നിൽക്കുന്നത് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടയിലാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നത് വടക്കുന്നാഥൻ്റെ ഈ തെക്കേ ഗോപുര നടയിലാണ്. ഇവിടേക്കാണ് ഘടകപൂരങ്ങൾ വരുന്നതും ഇറങ്ങി വടക്കുന്നാഥനെ വലം വെച്ച് തിരികെ പോകുന്നതുമൊക്കെ ഈ വഴി തന്നെയാണ്. ഇവിടെ വൈകുന്നേരം കുടമാറ്റം നടക്കുന്നതും ഈ തെക്കേ ഗോപുര നടയിലാണ്. അങ്ങനെ തെക്കേ ഗോപുര നട രാവിലെ തന്നെ ഏതാണ്ട് വളരെ നേരത്തെ തന്നെ സജീവമായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവിധ, ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് ഈ ഘടകപൂരങ്ങളുടെ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്കുള്ള അവരുടെ എഴുന്നള്ളത്താണ്. കണിമംഗലം ശാസ്താവാണ്. രാവിലെ ഏതാണ്ട് 5 മണിയോടെ കണിമംഗലം ദേശത്ത് നിന്ന് ശാസ്താവിൻ്റെ എഴുന്നള്ളത്ത് തുടങ്ങി. അല്പസമയത്തിനകം അത് നമ്മൾ ഈ നിൽക്കുന്ന തെക്കേ ഗോപുര നടയിലേക്ക് എത്തും. കണിമംഗലം ശാസ്താവ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വടക്കുന്നാഥ സന്നിധിയിലെത്തും എത്തണമെന്നാണ് സങ്കല്പം. ശാസ്താവാണ് അവിടെ പ്രതിഷ്ഠയെങ്കിലും അത് ബൃഹസ്പതി എന്നൊരു സങ്കല്പത്തിൽ, ദേവഗുരു എന്നൊരു സങ്കല്പത്തിലാണ് ആ പ്രതിഷ്ഠയുള്ളത്. അതുകൊണ്ട് അത് സൂര്യോദയത്തിന് മുമ്പ് കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തും. നമുക്ക് നേരത്തെ തന്നെ പലപ്പോഴും നമ്മൾ തൃശ്ശൂർ പൂരത്തെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്നതാണ് ഈ ഘടകപൂരങ്ങളുടെ വലിയ സംഭാവന. ഘടകപൂരങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ തൃശ്ശൂർ പൂരത്തിലേക്ക് വലിയ പുരുഷാരത്തെ എത്തിക്കുന്നത്. പൂരം സമം പുരുഷാരം എന്ന് നമ്മൾ പറയുന്നുണ്ട്. വലിയ ആൾക്കൂട്ടം എല്ലാ തവണയും എപ്പോഴും ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഈ നിൽക്കുന്ന ഈ തെക്കേ ഗോപുര നടയൊക്കെ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോഴേക്കും അതൊരു മനുഷ്യ മഹാസമുദ്രമായി മാറും. ദൃശ്യങ്ങളിൽ കാണാം ഒരു ഘടകപൂരം. ഘടകപൂരത്തിൻ്റെ എഴുന്നള്ളത്ത് നമ്മുടെ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ മേളം എല്ലാമുണ്ട്. ഈ പൂരം അത് ഇങ്ങനെ കൊട്ടിക്കയറുമ്പോൾ നമ്മൾ ഈ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലെ ഏതു ഭാഗത്തേക്ക് നോക്കിയാലും അവിടെയൊക്കെ വലിയ കേരളത്തിൽ എണ്ണം പറഞ്ഞ ആനകളും അതുപോലെ കേരളത്തിൽ എണ്ണം പറഞ്ഞ മേളക്കാരെയും കൊണ്ട് നിറയുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ തെക്കേ ഗോപുര നടയും പടിഞ്ഞാറേ നടയും കിഴക്കേ നടയും ഒക്കെ
കേരളത്തിൽ എണ്ണം പറഞ്ഞ തലയെടുപ്പുള്ള ഗജകേസരികളെ കൊണ്ട് നിറയും. എവിടെ നോക്കിയാലും അവിടെയൊക്കെ ആനകളും മേളവും ആണ്. പൂരം എന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ കണ്ണിന് പൂരം, കാഴ്ചയ്ക്ക് പൂരം, കേൾവിയുടെ പൂരം, അതുപോലെ മനം നിറയ്ക്കുന്ന പൂരം, അങ്ങനെ പൂരത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും നമുക്ക് ഈ സമയം മുതൽ ആസ്വദിച്ചു തുടങ്ങാം. ഇന്നലെ നെയ്തലക്കാവ് ഭഗവതി വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടയിലൂടെ പൂരവിളംബരം അറിയിച്ച് എറണാകുളം ശിവകുമാറിൻ്റെ ശിരസിലേറി ഈ വഴിയിലൂടെ കടന്നു പോയതിന് ശേഷം പൂരം അങ്ങനെ ആരംഭിച്ചു. വിവിധ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. ഘടകപൂരങ്ങളുടെ നാട്ടിൽ വിവിധ ക്ഷേത്രങ്ങൾ, അതായത് തൃശ്ശൂർ പൂരത്തിലെ 10 ഘടകപൂരങ്ങളുടെയും നാടുകളിലൊക്കെ ദേശക്കാരുടെ പൂരമായിരുന്നു ഇന്നലെ. ആ ദേശക്കാർ ഇന്ന് പൂരം കൊട്ടി വടക്കുന്നാഥനെ കാണാനെത്തുന്നു. അങ്ങനെ വടക്കുന്നാഥനെ കണ്ട് അവർ മടങ്ങുന്നു. പിന്നീട് ഈ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരായ പ്രധാനപ്പെട്ട ഭാഗമായ തിരുവമ്പാടിയും പാറമേക്കാവുമാണുള്ളത്. ഈ തിരുവമ്പാടിയും പാറമേക്കാവുമാണ് യഥാർത്ഥത്തിൽ ഈ പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ദേശക്കാർ. അങ്ങനെ പറയുമ്പോഴും മറ്റ് ഘടകപൂരങ്ങൾ ഇപ്പോൾ കണിമംഗലം ശാസ്താവ് മുതൽ ഇന്ന് ഏറ്റവും ഒടുവിൽ നെയ്തലക്കാവ് ഭഗവതി വരുന്നത് വരെ ഈ ഘടകപൂരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരൊക്കെയാണ് ഈ പൂരത്തിലേക്ക് വലിയ ആൾക്കൂട്ടത്തെ കൊണ്ടുവരുന്നത്. ഈ ഘടകപൂരങ്ങൾ വരുന്ന നാടുകളിൽ നിന്നൊക്കെ പൂരവും ആനയും മേളവും മാത്രമല്ല വരുന്നത്, അവിടെ നിന്നുള്ള നാട്ടാരാകെ ഈ പൂരപ്പറമ്പിലേക്ക് ഈ ഘടകപൂരങ്ങളോടൊപ്പം വരികയാണ്. അവരൊക്കെ പിന്നീട് ഈ പൂരം കഴിഞ്ഞാണ് മടങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം ഘടകപൂരങ്ങൾ, ചെറുപൂരങ്ങൾ എന്ന് പറയുന്നു. ചെറുപൂരം എന്ന് പറയുമ്പോഴും അത് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും അത്രത്തോളം ഇല്ലെങ്കിലും ഘടകപൂരങ്ങൾ വലിയ പങ്കുണ്ട്. ഇനിയും ഈ ചെറുപൂരങ്ങൾ ഇവിടുന്ന് കൊട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും എഴുന്നള്ളത്താണ്. തിരുവമ്പാടി ബ്രഹ്മസ്വം മഠത്തിലേക്ക് എത്തുന്നു. അവിടെയാണ് വിശ്വപ്രസിദ്ധമായ നമ്മളുടെ പഞ്ചവാദ്യം, ഒരു ലോകത്തെ ഏറ്റവും വലിയ ഫ്യൂഷൻ എന്ന് നമ്മൾ പറയാവുന്ന പഞ്ചവാദ്യം, അത് കൊങ്ങാട് മധു എന്ന മേളപ്രമാണിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസ്വം മഠത്തിൽ നടക്കും. അത് കഴിഞ്ഞാൽ പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്താണ്. പാറമേക്കാവ് അവിടെ നിന്ന് ചെമ്പട കൊട്ടി ഇലഞ്ഞിത്തറയിലേക്ക് എത്തുന്നു. ഇലഞ്ഞിത്തറയിൽ ഭഗവതിയുടെ ശ്രീമൂലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന ഇലഞ്ഞിത്തറയിൽ പിന്നീട് ഇലഞ്ഞിത്തറ മേളമാണ്. കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിലുള്ള വിശ്വപ്രസിദ്ധമായ പാണ്ടിമേളം, മറ്റൊരു മേളവിസ്മയം. അതാണ് പിന്നെ അവിടെ നടക്കാൻ പോകുന്നത്. ക്ഷേത്രമതിൽക്കകത്ത് പാണ്ടി കൊട്ടുക എന്നത് ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമല്ല. പക്ഷേ തൃശ്ശൂർ പൂരത്തിന് അങ്ങനെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. പഞ്ചാരിയാണ് സാധാരണ ക്ഷേത്രമതിൽക്കകത്ത് കൊട്ടുന്നത്. ഇവിടെ പാണ്ടി മേളം, പാണ്ടി കൊട്ടിയാണ് നമ്മളുടെ വിശ്വപ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം നടക്കുന്നത്. അങ്ങനെ ചെമ്പട, പാണ്ടി, പിന്നീട് പഞ്ചാരി, അങ്ങനെ മേളങ്ങളുടെ മുഴുവൻ വൈവിധ്യവും ഈ പൂരപ്പറമ്പിൽ നമുക്ക് ആസ്വദിക്കാം. പഞ്ചവാദ്യം അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് തൃശ്ശൂർ പൂരം. ഗജ ശ്രേഷ്ഠന്മാരുടെ കാര്യത്തിൽ തിരുവമ്പാടിയുടെ ചന്ദ്രശേഖരനാണ് തിരുവമ്പാടിയുടെ തിടമ്പെടുക്കുന്നത്. പാറമേക്കാവിൻ്റേത് ഗുരുവായൂർ നന്ദൻ, ആനപ്രേമികളുടെ അരുമയായ ഗുരുവായൂർ നന്ദനാണ് പാറമേക്കാവിൻ്റെ തിടമ്പെടുക്കുന്നത്. ഇത്തവണ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പെടുത്ത് ഇന്ന് ഇവിടേക്ക് വരുന്നത്, അല്പസമയത്തിനകം ഇവിടേക്ക് എത്തുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനപ്രേമികളുടെ, പൂരപ്രേമികളുടെ ഹരമായ അവരുടെ വൈകാരിക അടുപ്പം പുലർത്തുന്ന രാമരാജാവെന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പെടുത്ത് ഈ പൂരപ്പറമ്പിലേക്ക് വരും. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പെടുക്കാൻ രാമന് അനുവാദം കൊടുക്കുന്ന ഫിറ്റ്നസ് പരീക്ഷ ഇന്നലെയാണ് യഥാർത്ഥത്തിൽ രാമൻ പാസ്സായത്. അങ്ങനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പൂരം അതിന്റെ ആവേശത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയകുമാറാണ് കൂടുതൽ വിശദാംശങ്ങൾ പൂരനഗരിയിൽ നിന്ന് നൽകിയത്.